നമസ്കാരം. കേരള രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ചൂടേറിയ അധ്യായങ്ങളിലൊന്നായി വീണ്ടും ഉയർന്നു വരുന്ന ഒരു കേസ്. അന്വേഷണ ഏജൻസികളുടെ നീക്കങ്ങൾ ശക്തമാവുന്നു. രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ആശങ്കയും ചർച്ചയും ഒരുമിച്ച് കനക്കുന്നു. മുൻ മുഖ്യമന്ത്രിയും CPM സംസ്ഥാന നേതൃത്വത്തിലെ ഏറ്റവും ശക്തമായ മുഖങ്ങളിലൊന്നും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ പേരും അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയന്റെ സ്ഥാപനമായ എക്സാലോജിക്കിനെ ചുറ്റിപ്പറ്റിയുള്ള ആരോപണങ്ങൾ വീണ്ടും ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടുകയാണ്. കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടേൽസ് ലിമിറ്റഡ് എക്സാലോജിക് ഇടപാടുകളുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം കൂടുതൽ ആഴത്തിലേക്ക് കടക്കുമ്പോൾ രാഷ്ട്രീയ സമവാക്യങ്ങൾ തന്നെ മാറിമറിയുന്ന സാഹചര്യമാണ് രൂപം കൊണ്ടുകൊണ്ടിരിക്കുന്നത്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. വീണയെ ED വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഈ മാസം 12-ന് കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED വീണയ്ക്ക് നോട്ടീസ് അയച്ചിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ അറിയിച്ചതിനെ തുടർന്നാണ് ഇന്ന് ഹാജരാകാൻ വീണ്ടും നിർദ്ദേശിച്ചത്. ശക്തമായ സുരക്ഷയാണ് ED ഓഫീസിൽ ഒരുക്കിയിരിക്കുന്നത്. CMRL എക്സാലോജിക് കേസിൽ കരിമണൽ കമ്പനിയുടെ ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ എസ് കർത്ത, മാനേജിംഗ് ഡയറക്ടർ NS ശരൺ കർത്തയുടെ ഭാര്യയും CMRL എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സ് എന്നിവയുടെ ഡയറക്ടറുമായ ജയ എസ് കർത്ത എന്നിവരെ ED ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. വീണ മാനേജിംഗ് ഡയറക്ടറായ എക്സാലോജിക് സൊല്യൂഷൻ സേവനമൊന്നും നൽകാതെ CMRL കമ്പനിയിൽ നിന്ന് 2.78 കോടി രൂപ കൈപ്പറ്റിയെന്നും ഇവരുടെ സഹോദര സ്ഥാപനത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ വായ്പയായി നേടിയെന്നുമാണ് EDയുടെ കേസ്. ഈ തുക കള്ളപ്പണ നിരോധന നിയമപ്രകാരം കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച പണത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് EDയുടെ വാദം. പ്രതികളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ED പരിശോധന നടത്തിയിരുന്നു. EDയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും ഇതുവരെ സമാഹരിച്ച തെളിവുകളും മൊഴികളും വിശദമായി പരിശോധിച്ച ശേഷമാണ് ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം അന്വേഷണം വെറും സാമ്പത്തിക ഇടപാടിന്റെ രേഖകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. മറിച്ച് അധികാരത്തിന്റെ ഉന്നത തലങ്ങളിൽ വരെ എത്തുന്ന ബന്ധങ്ങളുടെ ശൃംഖലയിലേക്ക് നീളുന്നുവെന്ന സൂചനകളാണ് അന്വേഷണ വൃത്തങ്ങൾ നൽകുന്നത്. എക്സാലോജിക്കിന് ലഭിച്ചെന്ന് പറയുന്ന കോടികളുടെ IT കൺസൾട്ടൻസി ഫീസുകൾ, സേവനങ്ങൾ നൽകിയോ ഇല്ലയോ എന്ന ചോദ്യങ്ങൾ എല്ലാം ചേർന്ന കേസ് വീണ്ടും രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്രത്തിലേക്ക് വീണ്ടും ചൂടുള്ള ചർച്ചയായി എത്തിച്ചിരിക്കുന്നു. ഇതിനിടയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുകയും സമ്പർക്ക ശൃംഖലകളെ പുനർനിർമ്മിക്കുകയും ചെയ്യുന്നതോടെ അന്വേഷണം വ്യാപകമാവുകയാണ്. സമൂഹം ഈ സംഭവങ്ങളെ കാണുന്നത് ഒരു സാധാരണ സാമ്പത്തിക കേസായി മാത്രമല്ല, മറിച്ച് രാഷ്ട്രീയ അധികാരത്തിന്റെ മറവിൽ നടന്ന വലിയ സാമ്പത്തിക ഇടപാടുകളുടെ കേസായിട്ടാണ്. മുൻ ഭരണപക്ഷം പക്ഷേ ആരോപണങ്ങളെ എല്ലാം രാഷ്ട്രീയ പ്രേരിതമായ ആക്രമണം എന്ന നിലയിലാണ് വിശേഷിപ്പിച്ചത്. എന്നാൽ അന്വേഷണ ഏജൻസികളുടെ നീക്കങ്ങൾ തുടരുമ്പോൾ രാഷ്ട്രീയ പ്രതിവാദങ്ങൾക്കപ്പുറം നിയമത്തിന്റെ ചോദ്യങ്ങൾ കൂടുതൽ ശക്തമാവുകയാണ്. കോടതികളുടെ ഇടപെടലും തെളിവുകളും അന്വേഷണത്തിന് അനുമതി നൽകുന്ന നിലപാടുകളും കൂടി ചേർന്നപ്പോൾ കേസ് നിയമപരമായ ഒരു നിർണായക ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. ഇതോടെ ഉയരുന്ന പ്രധാന ചോദ്യം ഒന്നാണ്, ഇത് വെറും ഒരു കമ്പനി കേസ് മാത്രമാണോ, അതോ കേരള രാഷ്ട്രീയത്തിന്റെ അധികാര കേന്ദ്രങ്ങളിലേക്കും നീളുന്ന വലിയ സാമ്പത്തിക രാഷ്ട്രീയ കഥയുടെ തുടക്കമാണോ? അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഓരോ പുതിയ രേഖയും, ഓരോ പുതിയ ചോദ്യം ചെയ്യലും, ഓരോ തെളിവുകളും കേരള രാഷ്ട്രീയത്തിൽ പുതിയ തരംഗങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ ഒരിടത്തേക്ക് മാത്രമാണ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അടുത്ത നീക്കത്തിലേക്ക്.